ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ കെ എസ് സി സീരീസ് പാർട്ട് 5 ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ പാർട്ട് 4 വരെ എല്ലാവരും കണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ഞാൻ കാണാറുണ്ട്, വായിക്കാറുണ്ട്, പറ്റുന്നതൊക്കെ റിപ്ലൈയും തരാറുണ്ട്. സോ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. സോ പാർട്ട് 4 നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് മതിയത്തുനിന്ന് രാത്രി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ റൂമിൽ പോയി കിടന്നിട്ട് പിറ്റേന്ന് രാവിലെ സുബഹ് നിസ്കാരത്തിന് മുന്നേ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടെന്ന് ഉറങ്ങി. അധികം സമയമൊന്നും ഉറങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കിടന്നപ്പോൾ തന്നെ 10:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ എണീച്ച് ഫ്രഷായി ഞങ്ങൾ 2:30 മണിക്ക് തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. فأزيد أسراب الغيوم جمالا وألون الدنيا بأجمل بسمة وأكون للخير العميم مثالا أسمو കുറച്ചധികം മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഹയൽ ഗസാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ആയിരുന്നു കേട്ടോ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഈ നല്ല ഉറക്കത്തിലായിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ വിളിച്ചിട്ട് ഞങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഹയൽ ഗസാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, നല്ല സൺറൈസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സൺറൈസ് കണ്ടപ്പോൾ പാനോട് പറഞ്ഞു എനിക്കൊരു പൂതി മരുഭൂമിയും ആദ്യമായിട്ട് കാണുന്നൊരു ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ അതിന് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് മരുഭൂമിയിലൊരു സൺറൈസ് ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു പൂതി ഇങ്ങനെ ഇറങ്ങി ഫോട്ടോ എടുക്കണം, വീഡിയോസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ നിർബന്ധപ്രകാരം വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് ഞങ്ങൾ സൺറൈസ് കുറച്ച് നേരം എൻജോയ് ചെയ്തു. പല സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ സൺറൈസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു സൺറൈസ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് മൈലുകൾക്ക് അപ്പുറം ഈ മരുഭൂമി ഇങ്ങനെ നീണ്ട് കിടക്കുന്നത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ അവിടെ അങ്ങൊരു സൺറൈസും കൂടെ കണ്ടപ്പോൾ ആശ്വാസമായി. പിന്നെ കുറേ നേരമൊന്നും അവിടെ സ്പെൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ടായില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയും ഞങ്ങൾക്ക് കുറച്ചധികം ദൂരമുണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഓരോ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു തരാണ് കേട്ടോ, അവിടെ അതാണ് ഇവിടെ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മൾ ഇങ്ങനെ ഹൈലേക്ക് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ മൂത്താപ്പുണ്ട്. അങ്ങനെ മൂത്താപ്പാനെ കണ്ട് അവിടെ ഒരു ദിവസം നിന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ പോയപ്പോൾ എന്തോ ഒരു ദിവസം അവിടെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ദിവസം അവിടെ സ്റ്റേ ഇട്ടിട്ടാണ് പിന്നെ റിയാദിക്ക് പോയിട്ടുണ്ടായിരുന്നെ. അങ്ങനെ ഒരുപാട് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ടൗണിലെത്തിയിട്ടുണ്ട്. അൽഖായിദ് എന്ന് പറയുന്ന ഒരു ടൗണിലെത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുലർച്ചെ അവിടെ നിന്ന് പുറപ്പെട്ടത് കൊണ്ട് തന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. കാരണം കഴിക്കണ ആ ഒരു ടൈം അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് ഈ ഒരു കോഫി അങ്ങനെ എന്തോ ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സെറ്റ് ദോശയും 3 എണ്ണം, പിന്നെ ഉമ്മാക്ക് ചെറിയരിൻ്റെ കഞ്ഞി വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മാക്ക് നല്ല കുഴക്കും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട്, തളർച്ചയൊക്കെ ആയതുകൊണ്ട് ഉമ്മാക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് ഉമ്മ കഞ്ഞി വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ദോശ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയായപ്പോൾ മൂത്താപ്പ ചോറ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ നേരെ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ പറയാതെ ഇരുന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചോറ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഈ ചോറ് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു ഫുഡ്. എന്താ പറയുക, ഒരു മനസ്സ് നിറഞ്ഞ് കഴിച്ചു എന്ന് പറയുന്ന പോലെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫുഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞൊരു വൈകുന്നേരം ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ നല്ല കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ മസ്ര കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങളൊരു കടയിൽ കയറി രാത്രിക്ക് കഴിക്കാനുള്ള കുബൂസും അതുപോലെ തന്നെ ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ ബന്ന ഉണ്ടപ്പോൾ ഞാനിതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഫുള്ള് നല്ല ഫില്ലിംഗ് ഉണ്ടായിരുന്നു ഈത്തപ്പഴത്തിൻ്റെ. പിന്നെ ഒരു മാംഗോ ജ്യൂസും അതേപോലെ തന്നെ കുറച്ച് പാലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ രാത്രിക്കൊക്കെ ഞങ്ങൾക്ക് മട്ടൻ കറിയും അതുപോലെ തന്നെ കുബൂസൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. രാവിലെ നേരത്തെ എണിച്ചിട്ട് പോകാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. അപ്പോൾ നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെ മൂത്താമ്മയുടെ റൂമിലുള്ള കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പോണ വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് കൈ കിട്ടിയ ഉടനെ തന്നെ അൺബോക്സ് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി അത് ചോക്ലേറ്റ് അല്ല കേട്ടോ, ഒരു ടൈപ്പ് ഓഫ് കേക്ക് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്.
നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നത് വനിലൻ്റെ ഒരു ഫ്ലേവറുള്ളൊരു കേക്കായിരുന്നു. ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ കേക്കാണ്. 2 കേക്ക് ഞാൻ കഴിച്ചതും ഒന്നിനൊന്നും മെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു, എല്ലാ മധുരം കൂടെ ഒപ്പം കേട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്ന് ഞാൻ ഉമ്മാക്കും കട്ട് ഓഫ് കൊടുത്തു. രാവിലെ നേരത്തെ പുറപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. യാത്രക്കിടക്ക് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റ് ദോശ മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ നമ്മളവിടെ സൈഡാക്കിയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. റിയാദിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള പോലൊന്നുമല്ല കേട്ടോ, ഇവിടെ ഓരോ കിലോമീറ്റർ കൂടുമ്പോഴും ക്യാമറ ഉണ്ട്. അറിയാതെ ഒന്നുമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു ക്യാമറ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ പറഞ്ഞു ഞാൻ 160ലേക്ക് സ്പീഡാക്കാൻ, ഈ ക്യാമറ സ്പീഡിൻ്റെ അങ്ങോട്ട് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തരിയുടെ പരിപാടി കാട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തന്നെ അവസാനം ഭാരമായി വന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ക്യാമറ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2-3 ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ക്യാമറ അടിച്ചിക്കണോ ഇല്ലേന്ന്. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു, ഒരു മെസ്സേജും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. 160 180 താണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ സ്പീഡ്. വെറുതെ അല്ല ഞങ്ങൾക്ക് ക്യാമറ കിട്ടിയതും. അതിൽ നിന്ന് തിരിച്ച് റിയാദിലേക്ക് പോകുമ്പോഴും ഫുള്ള് മരുഭൂമി തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ മരുഭൂമി കൂടെ ആയിരുന്നു ഫുള്ള് യാത്രയും. പോണ വഴിക്ക് കുറേ ഫ്രണ്ട്സുകളെ കണ്ടിട്ടുണ്ടായിരുന്നു, ഒട്ടകങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ നീണ്ട മരുഭൂമി കണ്ടപ്പോൾ എനിക്ക് പിന്നെ ഒരാഗ്രഹം മരുഭൂമിയിൽ കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്യണം. കാരണം നമ്മൾ അവിടെ നിന്ന് വന്നാൽ പിന്നെ അതിനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ പിന്നെയും സൈഡാക്കി തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഒഴിഞ്ഞ പ്രദേശം കണ്ടപ്പോൾ സൈഡാക്കി തന്നിട്ടായിരുന്നു. പിന്നെ ആ കമ്പി വേലിട്ടിട്ടുള്ളത് ഒട്ടകത്തിനൊന്നും റോഡിലേക്ക് വരാൻ പാടില്ലാത്ത വിധം അവർ വേലി കെട്ടി വെച്ചിരിക്കുകയാണ്. അത് കമ്പി കൊണ്ടാണ് കേട്ടോ അവർ കെട്ടിയിട്ടുള്ളത്. അഥവാ ഒട്ടകം റോഡിലേക്കൊക്കെ വന്നാൽ ആക്സിഡൻ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ഒട്ടകത്തിൻ്റെ സേഫ്റ്റിക്കും ആൾക്കാരുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് അവർ റോഡിലേക്ക് എവിടെയും കടക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അഥവാ കടക്കണമെങ്കിൽ തന്നെ പാലത്തിൻ്റെ മുകളിൽ കൂടെ അതിനായിട്ടൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ അവർ ക്രോസ് ചെയ്യുക. പിന്നെ കുറേ വെറൈറ്റി കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചായപാരന് കപ്പ് പോലത്തെയും പിന്നെ ഇതാ ഈ ഒരു സംഭവം നമ്മൾ വീട്ടിലുണ്ട് കേട്ടോ. ഇൻഷാല്ലാ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കുറേ ഡിഫറെൻറ്റ് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ ഭാഗത്ത് കൂടെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു ഗൈസ്. കാരണം ട്രക്ക് പോണ വേ മാത്രമാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം യാത്ര ചെയ്തപ്പോൾ കുറച്ച് വിശക്കാൻ തുടങ്ങി. കുറച്ച് വിശപ്പുണ്ടായപ്പോൾ നമ്മൾ മക്ഡൊണാൾഡ്സ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു മോഹം. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല റേറ്റ് ഉണ്ടായിരുന്നു. കുറേ വലിയ ബർഗറിനൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയ ഉള്ളതിൽ ഏറ്റവും ചെറുത് നോക്കിയിട്ട് കഴിക്കാനുള്ള പൂതി കൊണ്ട് മാത്രം മേടിച്ചിട്ടുള്ളതാണ്. പക്ഷേ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസും മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. പിന്നെ ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ ഓർഡർ ചെയ്യാനാണെങ്കിലും സാധനം മേടിക്കാനാണെന്നുണ്ടെങ്കിലും ഫുൾ ഡ്രൈവ് ത്രൂ ആണ്. അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരുപാട് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ റിയാദിലേക്ക് എത്തിയിട്ടുണ്ട്. റിയാദിലേക്ക് എത്തിയപ്പോൾ തന്നെ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ ദൂരം യാത്ര ചെയ്തിട്ട് വീണ്ടും നമ്മൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. റൂമിൽ പോയി കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ നീണ്ട ദിവസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും റിയാദിൽ റൂമിൽ സേഫായിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു ഫൈനൽ പാർട്ടോടുകൂടെ നമ്മുടെ KSA സീരീസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ താങ്ക് യു ഫോർ ഓൾ വാച്ചിങ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.